ഹലോ ഫ്രണ്ട്സ്, KL19 ശ്രീതു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രേണു ബിഗ് ബോസിലായിരുന്നപ്പോൾ പുറത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു വിഷയമാണ് രേണു സുധിച്ചേട്ടൻ മരിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും അബോർഷൻ ചെയ്തു എന്നുള്ളത്. ആ ഒരു സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു പുറത്തിറങ്ങിയതിന് ശേഷം, ബിഗ് ബോസിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു മറുപടി കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു മറുപടി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ അകത്ത് നടന്നതല്ലാതെ പുറത്തൊരു വിവാദം വേറെ ഉണ്ടായിരുന്നു. ഓൾറെഡി വിവാദം ഉണ്ടല്ലോ, പുതിയതിനി ഉണ്ടാവും എനിക്ക് അറിയത്തില്ല. ഈ അതായിട്ട് അപോഷണവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഭയങ്കരമായിട്ട് എന്റെ വായം കൊണ്ട് പറയാൻ പോലെ എനിക്ക് പറ്റുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ആ പറഞ്ഞവരൊക്കെ അവരുമായിട്ട് ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ആയിട്ട് എനിക്ക് യാതൊരു ശത്രുത ഇല്ലാത്ത ആൾക്കാരാണ്. ശരിക്കും ഈ പറഞ്ഞ ആരോപിക്കുന്നവര് പ്രഗ്നന്റായിരുന്നു, അബോർട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്ന ഒരു സുഹൃത്തുക്കൾ തന്നെയാണ് അല്ലെ? ഇതെന്താ ശരിക്കും ഇവർക്ക് എന്താന്നേ ഇവരെന്താണ് അങ്ങനെ ഒരു എനിക്കറിയില്ല. അതല്ല ഞാൻ ഞെട്ടിപ്പോയി. ഇവരുമൊക്കെ ആയിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാരാണ്. ലാസ്റ്റ് ഇവരൊക്കെ ആയിട്ട് ഞാൻ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ വ്യക്തി ഞാൻ പോകുന്നതിന് മുന്നേ രേണു നീ നല്ല സുന്ദരി ആയാലോടി, ഇങ്ങനെ പോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ താങ്ക്സ് അടി എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട കേസ് ഞാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വോയിസ് ഇടുകയെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ പുള്ളിക്കാരി ഞാനും കുറെ വർഷം മുന്നേ ഒരുമിച്ച് എയർടെലിൽ ജോലി ചെയ്താണ്, ഈ ഹനാനും ഞാനും. അപ്പോഴൊന്നും ഇല്ലാത്ത ഇന്ന് വരെ അത് തന്നെയല്ല. സുധിച്ചേട്ടൻ മരിച്ചതിന് അനുസ്മരണം നടത്തിയപ്പോൾ ഈ കുട്ടി 2 ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് ഉറങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഈ കുട്ടി. ഞാനും കിച്ചു അമ്മയും പപ്പ എല്ലാരും ഉള്ള ഋതപ്പനും ഉള്ള വീട്ടിൽ ഈ കുട്ടി 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നിട്ട് കോണ്ടാക്റ്റും ഇല്ല അധികം. ഞാൻ അങ്ങനെ അധികം ഫോൺ വിളിച്ചുള്ള കോണ്ടാക്റ്റും ആരുമായിട്ടും ഇല്ല. ഇത്രയും സിമ്പിളായിട്ട് രേണു ഈ ഒരു സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഞാനും വിചാരിച്ചില്ല. നിങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ? മറ്റൊന്നല്ല, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും വലിയൊരു ആരോപണം കേൾക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാനും തിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രേണു പറഞ്ഞത് കണ്ടല്ലോ, ഇതൊക്കെ വെറും ഒരു ആരോപണം മാത്രമാണ്. അതല്ല, ഇതൊക്കെ റിയാലിറ്റിയിൽ നടന്ന ഒരു സംഭവമാണ്. ഈ ഒരു അബോർഷനൊക്കെ നടന്നതെങ്കിൽ തീർച്ചയായിട്ടും രേണു ഇതിനുള്ളിൽ തന്നെ, അതായത് ഈ പുറത്തിറങ്ങി ഇത്രയും ദിവസം ഇത് കേൾക്കുമ്പോൾ തന്നെ തകർന്ന് തരിപ്പണമാകും. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടും ഇത്രയും ബോൾഡായിട്ടും മീഡിയയിൽ വന്നിരുന്നത് അതെല്ലാം വെറും ആരോപണമാണ് എന്ന് പറയുന്നതിൽ 100% സത്യമുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ പറയുന്ന ഹനാനെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ രേണു പറയുന്നുണ്ടല്ലോ, അതായത് ഹനാൻ രേണുവിൻ്റെ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കുകയും അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളത്. ഉണ്ട ചുവന്ന നന്ദിയില്ലാത്ത സാധനങ്ങളാണ് ഇതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം എന്നുള്ള ഒരു കാര്യമാണ്. ഹനാൻ മാത്രമല്ല, ഹനാൻ കൂടാതെ ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. ഹനാൻ പറയുന്നതിന് മുന്നേ ഫിറോസ് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ്. കൂടാതെ നമ്മുടെ ഇത്താത്ത, നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാവർക്കും. പിന്നെ ഇൻ കേസ് രേണു പ്രഗ്നന്റ് അബോർഷൻ ചെയ്താലും നിങ്ങൾക്ക് എന്താണ് എന്നാണ് രേണു ചോദിക്കുന്നത്. എന്താണ്, ആർക്കെങ്കിലും എന്ത് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നിങ്ങളും ഇങ്ങനെ ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹനാനും ബാക്കിയുള്ള എല്ലാവരും കാണിച്ചു കൂട്ടിയത് രേണുവിനോടുള്ള ഒരു അസൂയയാണ്. കാരണം ഭയമാണ് അവർക്ക്. രേണു ബിഗ് ബോസിൽ പോയി നെഗറ്റീവ് എന്ന് വിചാരിച്ചു, പക്ഷേ ഇത്രയും സപ്പോർട്ടുണ്ട്, ഇനി എങ്ങാനും രേണു രക്ഷപ്പെടുമോ, ഇനി എങ്ങാനും അതിൻ്റെ വിന്നർ ആകുമോ എന്നുള്ള ഭയമാണ്. ഈ ഒരു ഭയം ഉള്ളിലിരുന്നിട്ടാണ് ഈ പറയുന്ന എല്ലാ കഥയെല്ലാം പുറത്ത് വരുന്നത് എന്നുള്ളത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ വെറുതെ വിട്ടാൽ പോരല്ലോ. ഒരാളുടെ ലൈഫ് വെച്ച് ഇങ്ങേ അറ്റം, അതായത് പറയാൻ പറ്റുന്നതിൽ അങ്ങേയറ്റം, ഇതിലപ്പുറം ഒന്നും തന്നെ കേൾക്കാനില്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം വേണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതിനെപ്പറ്റി പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കോണ്ടാക്റ്റും ഇല്ല അധികം. ഞാൻ അങ്ങനെ അധികം ഫോൺ വിളിച്ചുള്ള കോണ്ടാക്റ്റും ആരുമായിട്ടും ഇല്ല. പിന്നെ ഇത് എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഇവളെന്തോ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞ് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഈ പറയുന്നവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാം, ഓരോരുത്തർ വന്ന് പറയുന്നൊക്കെ. ഞാൻ പക്ഷെ ഒരു മീഡിയയ്ക്ക് മുന്നിലും ആരോടും ഞാൻ കുറ്റം പറയാറില്ല. എനിക്ക് താല്പര്യമില്ല അവരെ പറ്റി. ഇങ്ങനെ ഞാൻ കേട്ടെ, എനിക്ക് വേണേൽ പറയാമല്ലോ. എനിക്ക് താല്പര്യമില്ല, അവർ പറയുന്നവർ പറയട്ടേന്നേ. ഈ ബിഗ് ബോസിൽ പോയത് അസൂയുള്ളവരുണ്ടോ? സൗഹൃദങ്ങൾ തന്നെ. സൗഹൃദങ്ങൾ എന്ത് അസൂയ. അവർക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, അവർക്ക് പോകാൻ പറ്റാത്ത എല്ലാവർക്കും കയറുന്ന പ്ലാറ്റ്ഫോം. ഈ ഹനാൻ തന്നെ ഒരു ദിവസം ഏതാണ്ട് 2ാമത്തെ ദിവസം കണ്ട് വയ്യാതെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 7-8 ദിവസം അവള് തന്നെയാണ് പറഞ്ഞത് തിരിച്ചു വന്നിട്ടുള്ളത്, അടുത്ത ഫ്ലൈറ്റ് കയറി വന്നിട്ടുള്ളതാണ്. അതിൽ കൂടുതൽ എന്തായാലും രേണുസുതി നിന്നല്ലോ. രേണുസുതി ആരും എവിറ്റാക്കി വിട്ടിട്ടില്ല, രേണുസുതി തന്നെയാണ് ഇറങ്ങി വന്നത്. ഞാൻ തന്നെ വന്നത്. അത് ലാലേട്ടനും അവര് ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ, ഇത് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഈ വിഷയം. അവർക്ക് നിരന്തരം അവർക്ക് അവിടെ പറ്റുന്നില്ല, അവരപ്പം വന്ന് പറയും പോണമെന്ന്. ഞാൻ പറഞ്ഞതാണ്, ഇവരുമായിട്ടൊക്കെ കോണ്ടാക്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ മുന്നിൽ നിന്ന് ചിരിച്ചിട്ട് പുറകിൽ നിന്ന് കുത്തുന്നവരാണ് ഇവരെന്ന് ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇവരെ പോലെയുള്ളവർ. എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളടുത്തും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. പിന്നെ രേണു പറയുന്നുണ്ടല്ലോ,
ഇവരെ പറ്റിയൊക്കെ എനിക്ക് ഒത്തിരി അറിയാം. അത് രേണുവിനല്ല, നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ പറഞ്ഞ ഹനാൻ്റെ വീഡിയോയ്ക്ക് താഴെ എടുത്ത് നോക്കണം, കമൻസ് നോക്കണം. അതിൽ ഒരാളും ഹനാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. രേണുവിന് പറയാൻ നിനക്കെന്ത് അർഹത എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് കമൻസ് ഞാൻ കാണാനിടയായി തീർന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ രേണു ഈ ഒരു അബോർഷനെ പറ്റി പറഞ്ഞ കാര്യം നിങ്ങളോട് എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.